ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പാനിലേക്ക് ഉലുവ, ഉള്ളി, കരിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ വേറൊരു പാനിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയുള്ള ഉള്ളിയാണ്. അപ്പോൾ ഇത് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ കൂടെ നിന്ന് ഇളക്കി കൊടുത്ത് അത് പെട്ടെന്ന് തന്നെ കോരി മാറ്റണം. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് അത് ഫ്രൈ ചെയ്ത് മാറ്റി. അതിനുശേഷം നമ്മൾ കുറച്ച് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരും. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കും. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യും. പച്ചക്കുത്തൽ മാറാൻ വേണ്ടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അത് വേവിക്കാൻ വേണ്ടി വെക്കും. അതിനുശേഷം നമ്മൾ ചെറുതായി തന്നെ ഒരു 1.5 തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കും. ഇളക്കി നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് മസാലക്കൂട്ടുകൾ നമ്മൾ ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി ഉടഞ്ഞ് കിട്ടും. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള മസാലകൾ ചേർക്കാൻ പോവുകയാണ്. നമ്മൾ അടുത്തതായിട്ട് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കും. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കും. ഇളക്കി നന്നായിട്ട് ആ ഒരു പച്ചക്കുത്ത് മാറും വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത മസാലക്കൂട്ടൊക്കെ കൂടി നമ്മൾ പൊടിച്ചെടുക്കും. മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് 2 സ്പൂൺ മസാലക്കൂട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കും, ഉള്ളിയിലേക്ക്. എന്നിട്ട് അതും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കും. ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ 1 കിലോ കോഴി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ മസാലയും കോഴിയും കൂടെ നന്നായിട്ട് പതുക്കെ മിക്സ് ചെയ്ത് എടുക്കും. അതിനുശേഷം അത് വേവിക്കാൻ വേണ്ടി വെക്കും. വെന്തതിന് ശേഷം കുറച്ചുകൂടെ ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി എടുക്കും. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കും. ഉള്ളി ചേർത്ത് കൊടുത്ത് വീണ്ടും നമ്മൾ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് വഴട്ടിയെടുക്കും. വഴട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ എടുത്ത റൈസ് എത്രയാണോ അത്രയും അതിൻ്റെ ഇരട്ടി എമൗണ്ട് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നമ്മൾ വേകാൻ വേണ്ടി വെക്കും. വെന്തതിന് ശേഷം നമ്മൾ അത് അടച്ച് വെച്ച് വേവിച്ചിട്ട് നമ്മളതിലേക്ക് കുറച്ച് നാരങ്ങ, ഒരു 1/2 നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്ത് വീണ്ടും നമ്മൾ ഇളക്കി അടച്ച് വെക്കും. അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കും. വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കും. ലാസ്റ്റ് നമ്മൾ കുറച്ച് ചോറെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ചോറിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ട് ഫുള്ളായിട്ട് മസാലയും ചിക്കനും ഒക്കെ ഇട്ട് ഫില്ല് ചെയ്യും. എന്നിട്ട് ബാക്കി മാറ്റി വെച്ച ചോറും കൂടെ ഇട്ട് കൊടുത്ത് ഫൈനൽ ഗാർണിഷിങ്ങും ചെയ്തിട്ട് നമ്മൾ അടച്ച് വെക്കും. ദം ഇട്ട് സെറ്റാക്കും. ലാസ്റ്റ് നമ്മൾ ദം തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ബിരിയാണിയുടെ അടിപൊളി മണമായിരിക്കും ഗൈസ്. നല്ല ടേസ്റ്റുള്ള ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളത് മിക്സ് ചെയ്ത് ചോറും മസാലയും കൂടെ മിക്സ് ചെയ്ത് നമ്മളെടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ദം ബിരിയാണി.